LDF പിന്തുണയില്ലെങ്കിലും അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ UDF. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDFിന്റെ പുതിയ തീരുമാനം അതാണ്. പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമുള്ളത് 34 അംഗങ്ങളുടെ പിന്തുണയാണ്. പിന്തുണ തേടി LDFിനെ ഇനി സമീപിക്കില്ലെന്നും അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും UDF കൺവീനർമാർ വ്യക്തമാക്കി. 2:30-നാണ് കൗൺസിൽ യോഗം ഇന്ന് ചേരുക. പ്രമേയത്തിൽ ഒപ്പിട്ടില്ലെങ്കിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തും വരെ എങ്കിലും LDF ഒപ്പം നിൽക്കാമായിരുന്നുവെന്ന് KS ശബരിനാഥൻ പറഞ്ഞു. പ്രമേയം നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം നമുക്ക് 20 ആൾക്കാരാണുള്ളത്. LDFിന് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അവിശ്വാസ പ്രമേയത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ഒരു ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് LDFിനും UDFിനും കൈകോർക്കാമല്ലോ. 4 മണിക്കൂർ സഭയ്ക്കകത്ത് നിന്ന് കൗൺസിലിൽ ഇരുന്നു കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണസ്തംഭനത്തിനെതിരെ ശക്തമായിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. പക്ഷെ അതിനുപോലും LDF കൈകോർക്കാത്തത് അവരും BJP തമ്മിലുള്ള ഒരു ബാന്ധവം കാരണമാണ്. അവിശ്വാസ പ്രമേയ ചർച്ച കഴിഞ്ഞിട്ട് ഒരുപക്ഷെ LDFിന് വേണമെങ്കിൽ മാറ്റി വോട്ട് ചെയ്യാതിരിക്കാം. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നമ്മൾ പറയുന്നത് ഈ വികസന വിഷയങ്ങൾ, നരേന്ദ്രമോദി ഒന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും തകർന്നിരിക്കുന്ന ഈ നഗരത്തിൻ്റെ വികസനം വളരെ സീരിയസ് ആയിട്ട് UDF കാണുകയാണ്. അത് നമ്മൾ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരു പുതിയ നീക്കമാണ് UDF ലക്ഷ്യമിടുന്നത്. സാങ്കേതികമായി നിരവധി തടസ്സങ്ങളുണ്ട്, പക്ഷേ രാഷ്ട്രീയമായി തങ്ങളുടെ വാദം സഭയിൽ കൗൺസിൽ ഉന്നയിക്കുക എന്നതാണ് നീക്കം. എന്താണ് കോർപ്പറേഷനിലെ UDFിൻ്റെ നീക്കം? ഇടതുമുന്നണി ഇതിനെ എങ്ങനെ കാണുന്നു? അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ 34 പേരുടെ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ അത്രയും പേരുടെ പിന്തുണ UDFിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 20 UDF അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. അങ്ങനെയെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് അതിൻ്റെ നിയമസാധുത ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് പ്രകാരം ആ നോട്ടീസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൗൺസിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായി UDFിൻ്റെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ട് UDF നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് LDFിന് സാങ്കേതികമായെങ്കിലും ഒരു പിന്തുണ നൽകാമായിരുന്നു. ആ പിന്തുണ നൽകാൻ തയ്യാറാകാതിരിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്ന നിലപാടാണ് ഇപ്പോൾ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള UDF കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം 2:30-ഓടെ തന്നെ കൗൺസിൽ യോഗം ചേരും. നാടകീയമായ ചില സംഭവങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ പരിക്കേറ്റ കൗൺസിലർമാർ ആംബുലൻസിൽ അവരെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അത്രയും നാടകീയമായ സംഭവങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങൾ നഗരസഭയെ എത്തിച്ചിരുന്നു. 40 ദിവസത്തിന് ശേഷമാണ് കൗൺസിൽ യോഗം ചേരുന്നത്. കൗൺസിൽ യോഗത്തിൽ BJP അംഗമായ സുഗതന് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നിന്നുകൂടി വിട്ടിരിക്കുന്നതോടെ തുടർച്ചയായി 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സ്ഥിതിയാകും സുഗതന്. ഇനി ഒരു കൗൺസിൽ യോഗത്തിലൂടെ പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായി സുഗതൻ അയോഗ്യനാകും. അതല്ല എങ്കിൽ അതിനു മുമ്പ് ഇവിടെ എത്തി പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട തിടുക്കത്തിലുള്ള നീക്കങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കങ്ങൾക്കിടയിലാണ് BJPയെ വലിയ തരത്തിൽ വെട്ടിലാക്കുന്ന തരത്തിൽ UDFും LDFിൻ്റെ പിന്തുണയോടെ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവസാന നിമിഷം LDF ആ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നൊരു നയം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറിനകം അറിയാം എന്താണ് തിരുവനന്തപുരം നഗരസഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അസാധാരണമായ നീക്കങ്ങൾക്ക് വഴിവെക്കുമോ എന്താണ് ഇടതുമുന്നണിയുടെ നിലപാട്? കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.